തീക്കോയി 30 ഏക്കറിൽ മണ്ണിടിച്ചിൽ, ഒരു വീട് തകർന്നു. അമൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, വലിയ മണ്ണിടിച്ചിലാണോ ഉണ്ടായിരിക്കുന്നത്? ഒരു വീട് തകർന്നിരിക്കുന്നു. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ശ്യാമിലി, വളരെ വലിയൊരു ഭീകര അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീക്കോയി 30 ഏക്കറിലെ മലയുടെ ഒരു മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ മലയുടെ മുകളിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഭാഗത്തിന് തൊട്ട് താഴെയായാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 വീട് ഇവിടെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ബൈക്കുകളും ഒരു കാറും ഒരു ആപ്പയും അടക്കം 6 ബൈക്കുകളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് ഈ പ്രദേശവാസിയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണോ? അതെ. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഒരു 1:30 കഴിഞ്ഞ ശേഷം ഉരുൾപൊട്ടി ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടു. അവരൊക്കെ ഇവിടെ കയറി ഈ സൈഡിലൊക്കെ നിൽക്കുകയായിരുന്നു. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ അറിയാൻ സാധിച്ചത്? അറിയാൻ പറ്റി. ഭയങ്കര സൗണ്ടായിരുന്നു. ഇറങ്ങി ഓടുക ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ വന്നു. ചേട്ടന്റെ വീടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ല? നമ്മൾ താഴെ താമസിക്കുന്നത്. ഇത് മറ്റേ കീരിയാത്തോട്ടം. ജോണി ജോണിയുടെ ആയിരുന്നു. അവരുടെ ഫാമിലി തന്നെ ആൾക്കാരാണ് താമസിക്കുന്നത്. അതെ. ഏതായാലും ഭീകരമായ സംഭവം ഉണ്ടായത്. ഇവിടുന്ന് മാറുവാണോ? ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു പൊട്ടൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഇവിടുന്ന് ഇനിയിപ്പം മാറാതെ പറ്റില്ല. മുകളിലൊരു 3-4 വീടുകളുണ്ട്. ആ വീടിൻ്റെ പകുതി തൊട്ട് അങ്ങ് പോയി. അവർക്ക് എന്തായാലും അവർ ആ മുറിയിൽ നിന്ന് അങ്ങോട്ട് മാറിക്കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവർ പോയാണ്. ശ്യാമിലി, തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യം നിലയിൽ എന്ന രീതിയിലുള്ളൊരു പൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പാറ കഷ്ണങ്ങളടക്കം മുകളിൽ നിന്ന് ഒലിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്ന് താഴേക്ക്, അതായത് ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലേക്ക് വരാം. അമൽ തുടരുക. അടുത്ത മണിക്കൂറിലുടൻ അമലിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ തീക്കോയിൽ നിന്നാണ് അമൽ തത്സമയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ 4 വീടുകളാണ് വലിയ മണ്ണിടിച്ചിലിൽ തകർന്നിരിക്കുന്നത്.